ഒരു ചെറിയ അവാർഡ് പ്രോഗ്രാം ഉണ്ട്. നമ്മളെ കൂട്ടത്തില് കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. എവിടെ സിമോടെ? ആ, അപ്പൊ അവാർഡ് കൊടുക്കാൻ നമ്മൾ ഫസ്റ്റ് ക്ഷണിക്കുന്നത് ആരെയാണ്? പിന്നെ തിരിക്കാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മള് എവിടെ ജാബിറവിടെ? ആ, ജാബിറവിടെ. ഓക്കെ, നമ്മള് കഴിഞ്ഞ തവണ എത്ര പേരുണ്ടായി ജാബിറ പരിപാടിക്ക്? 40. ഇപ്രാവശ്യം നമ്മൾ എത്രയുണ്ട്? 77. ഓൾമോസ്റ്റ് ഡബിൾ ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം പരിപാടിക്ക് ആദ്യമായിട്ട് നമ്മളെ ജഡ്ജസിന്റെ പരിപാടിക്ക് വരുന്ന ഒരു അനക്കുണ്ട്. ഒന്ന് കൈ നോക്കിയേ. അന്നെ കൂട്ടൂല, ഈ ജനിച്ചപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഓക്കെ പ്രതിഭയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഗെയിം കളിക്കാം. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഷമു, ഇവിടെ ഒരാളെ ഏൽപ്പിക്കണം. ആരെയാണ് ഏൽപ്പിക്കാം? ഞാൻ ഷാനിനെ ഏൽപ്പിച്ചു. ഒരാളെ നമ്മൾ നോമിനേറ്റ് ചെയ്യണം. അപ്പൊ കളിയുണ്ട്. ഹലോ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അപ്പൊ ഈ ഗെയിമിന്റെ കളി എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമായിട്ട് വരുന്നവരുണ്ടല്ലോ, അപ്പൊ കൈകോട്ടി വരും, അവർക്ക് ടാസ്ക് കൊടുക്കണം. ഓക്കെ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കള്ളക്കളി പറ്റില്ല. അപ്പൊ ഈ കളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഗേൾസ് ബോയ്സിനെ ഐഡന്റിഫൈ ചെയ്യണം, ബോയ്സ് ഗേൾസിനെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, പക്ഷെ ഇവര് നിസ്സാരക്കാരല്ല നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് വെച്ചാണ് ഐഡന്റിഫൈ ചെയ്യണത്. ഓക്കെ, കളി മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം, പറഞ്ഞു തരും. അവര് നമ്മൾ ക്ലൂസ് കൊടുക്കണത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ലെവലിലാണ് നമ്മൾ ക്ലൂസ് കൊടുക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? കളിക്കണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ബോയ് ആയിക്കോട്ടെ. ഗേൾസ് ഫസ്റ്റ് എന്നാണ് സാധാരണ ഞങ്ങൾക്ക് ട്രെൻഡിന് ഡിഫറെന്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആഷിക്കയും പതുക്കെ ഒന്ന് സ്ലോ മോഷനിൽ ഇട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആഷിക്ക് ഐഡന്റിഫൈ പോകുന്നത് ഗേൾസിലുള്ള ഒരു പെൺകുട്ടിയാണ്. എന്റെ കാര്യം പോക്കണ്. അപ്പൊ ആഷിക്ക് ഞങ്ങൾ തരും. ഇഷ്ടമുള്ള ആൾക്കാരെ കാണിക്കാനല്ല. ഇഷ്ടമുള്ള ആൾക്കാരെ കാണിക്കാം. എനിക്ക് ക്ലൂ തരും. ക്ലൂ അനുസരിച്ചിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ. ഗേളിനെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇദ്ദേഹം ഖത്തറിലാണ്. ഓക്കെ, അതെ, അവിടുന്ന് വിളിച്ചു പറയാൻ പാടില്ല. വിളിച്ചു പറഞ്ഞ ഷെമ്മോ 500 രൂപ ഫൈൻ, അല്ലെങ്കിൽ ഇവിടെ ബഡ്ജറ്റ് ഷോർട്ടാണ്. ഷെമ്മോ എവിടെ പൈസ പിടിക്കാന്ന് വെച്ചാൽ നോക്കി നടക്കണത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മിണ്ടാണ്ടിരിക്ക. ആഷിക്കിന് അവനെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഖത്തർ. അത് ഫസ്റ്റ് ക്ലൂ. കിട്ടണ്ട. പലതവണ കർഷകശ്രീ അവാർഡ് ലഭിച്ച ആളാണ്. അറിയോ? ഇയാളെ പരിചയമില്ല? ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. നല്ല സ്ട്രോങ് ക്ലൂസ് ആണ് നമ്മൾ തന്നത്. രക്ഷയില്ല. ശ്രദ്ധിക്കണില്ല, ക്ലാസ്സിൽ പണ്ടേ ശ്രദ്ധിക്കാനുള്ളത്. അടുത്ത ക്ലൂ. ഖത്തറിലുള്ള എത്ര ആളറിയാം? ഖത്തറിലുള്ള എത്ര ആളറിയാം? നബീല ഖത്തറിലാണോ മനസ്സിലാക്കി? അപ്പൊ അതല്ല, നബീല അല്ല. ഓക്കെ, ഇനി പിന്നെ ആരാ? എന്താ പറഞ്ഞത്? വേണമെന്ന് വെച്ചാൽ ആർക്കറിയില്ല. അവൻ പെട്ട്. ഓക്കെ, ഒരാള് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകണ്ട. കൊടുക്കന്നെ ഷെമീനാക്ക് നമ്മള് അവാർഡ് കൊടുക്കുന്നതാണ്. അതെ, അപ്പൊ അവാർഡുകൾ കൊടുക്കോ? ഈ അവാർഡ് കൊടുക്കാൻ പറ്റും എനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അവാർഡ് എടുക്കാൻ സിമോ പരിപാടി. അപ്പൊ മ്യൂസിക്
അപ്പോൾ ആഷിക്ക് സിംഗപ്പൂരിൽ നിന്ന് വന്ന് നമ്മുടെ ഷെമീനൊക്കെ വേണ്ടി പച്ചക്കറി ഷെമീനൊക്കെ വേണ്ടി അവാർഡ് കൊടുക്കുന്നതാണ്. നമ്മുടെ പരിപാടി ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് പച്ചക്കറിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഇതുകൂടി കൊടുത്ത് ഇനി പരിചയപ്പെട്ടോ തത്തമ്മ ഷെമീന. ഏത് ഷെമീന? പച്ചക്കറി ഷെമീന. ആയിക്കോട്ടെ, ഒന്ന് തിരിച്ചോ മോനെ. ഇതൊക്കെ ഫോട്ടത്തിൽ വരുന്നല്ലേ. താങ്ക് യു ഷെമീന. താങ്ക് യു ആഷിഖ്. അപ്പൊ ബോയിനെ ഒരു ബോയ്സിലെ ഒരാളെ കണ്ടുപിടിക്കുന്ന ടാസ്കാണ്. അപ്പൊ ഇദ്ദേഹം റഷ്യയുമായി ഭയങ്കര ബന്ധമുള്ള ആളാണ്. ഇല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. കിട്ടിയ ഇല്ല. നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മളെന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അതായത് മറ്റേ വെള്ളത്തിന്റെ ഉള്ളിൽ ചാനലിൽ ആദിവാസികളായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന കുടുംബത്തിൽ കയറാറില്ല. മനസ്സിലായില്ല? ഞാൻ ഇടക്കിടക്ക് ഇതിന്റെ വീഡിയോസ് എടുത്ത് എന്റെ കെട്ടുകൾക്ക് കാണിച്ചു കൊടുക്കും. ഈ കണ്ട് പഠിക്കും. എന്നെ എവിടെയെങ്കിലൊക്കെ വീട്ടിൽ ഞാൻ പറയാറില്ല. അല്ല അതായിരുന്നു, പിന്നെ അത് അങ്ങനെ ആയി. മൊത്തത്തിൽ അങ്ങനെയാണ്. ഇല്ല ഇല്ല. അടുത്ത ക്ലൂവിൽ മിക്കവാറും കിട്ടും. ഇനി മുഖങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ മുദ്രകൾ തരും, അതനുസരിച്ച് പെരുമാറിക്കോളാം. ഓക്കെ, മുഖങ്ങൾ ശ്രദ്ധിക്കുക. ഒസാമ ബിൻ ലാദനും ഇദ്ദേഹം കണ്ടാൽ വർത്തമാനം പറഞ്ഞ് ഞാൻ പറഞ്ഞു കഴിയട്ട. ഈ പ്രിൻസിപ്പളാണ് പിള്ളേരെ നോക്കണം. ഫോക്കസ് അറ്റൻഷൻ ക്ലാസ്. ഓക്കെ, ഒസാമ ബിൻ ലാദനും ഇദ്ദേഹം തമ്മിൽ പലപ്പോഴും പാകിസ്ഥാൻ, ഇന്ത്യ, അമേരിക്ക എല്ലാ ഗവൺമെന്റും മാറിപ്പോവാറുണ്ട്. ഇടക്കിടക്ക് ഇദ്ദേഹത്തിന് പിടിക്കും, പിന്നെ വിടും. പിന്നെ മനസ്സിലാവും ഇയാൾ ലോക്കലാണെന്ന് വിടും. റഷ്യൻ വ്ളാഡിമിർ പുടിന്റെ മെയിൻ ആളാണ്. ഓക്കെ, ഞാനൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്യൂ തന്നു പ്രിൻസിപ്പാളിന്. മുഖം ശ്രദ്ധിക്കാം, ചൂണ്ടിക്കാണിച്ചാലും മതി. ഒരു സാധനം കഴിച്ചു അല്ലെ, എന്റെ അഭിപ്രായം ചൂണ്ടിക്കാണിച്ചാലും മതി. കിട്ടി 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 മോനെ കിട്ടി. അപ്പോ അതെ, അപ്പോൾ അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുകയാണ് നമ്മുടെ സ്വന്തം റഷ്യൻ ജാബിർ. റഷ്യൻ ജാബിർ വ്ളാഡിമിർ പുടിന്റെ വലം കൈയായ റഷ്യൻ ജാബിർ. ഇദ്ദേഹം വ്ളാഡിമിർ പുടിന്റെ കുതിര ഇയാളുടെ സ്വന്തം കുതിരയാണ്. ഇതിനും വലിയ അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടാനില്ല. അൻസാർ സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ് റഷ്യൻ ജാബിറിന് ഈ അവാർഡ് നൽകുന്നത്. ഇത് ഈ മൊമെന്റ് ഇത് നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കണം. ഇതായിരിക്കണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫസ്റ്റ് പേജ്. വ്ളാഡിമിർ പുടിന്റെ സ്വന്തമായ റഷ്യൻ ജാബിർ. താങ്ക് യു. ജാബിറിന് മൈക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇവനൊരു ഫോൺ ചെയ്തിട്ടുണ്ട്. അത് പുട്ടിനാണോ സംശയം എനിക്ക്. ഞങ്ങളുടെ ബോംബ് വീഴാൻ സാധ്യത. നാലാമത്തെ മുകളിൽ ചാടിച്ചായിരുന്നു. അപ്പൊ താങ്ക് യു പ്രിൻസിപ്പൽ. താങ്ക് യു. അതെ, നമ്മുടെ സിംഗപ്പൂർ ആഷിഖ് കയ്യൂമിന്റെ റിക്വസ്റ്റ് പ്രകാരം അജീഷിനെ നമ്മൾ ഇതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നു. അജീഷ് ഒന്ന് സ്റ്റേജ്. ഞാൻ അജീഷൊക്കെ ഒരു സൈസായിരുന്നു. കുറച്ചാവുമ്പോ വലിച്ചെടുത്തല്ലേ എനിക്കൊല്ലം പറയണ്ടേ. മസിലിറങ്ങിയാണല്ലേ, ഒരു വല്ലാത്ത ആൾക്കാർക്ക്. ഓക്കെ, അപ്പൊ
ഡാൻസ് ടീം റെഡിയാണ് തകർക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അവാർഡിനായിട്ട് ആളെ തകർന്നു. ഇദ്ദേഹം ഈ ഗ്രൂപ്പിൽ അധികം ആക്റ്റീവ് അല്ലല്ലേ? ഓക്കെ, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴേ വരുള്ളൂ ഗ്രൂപ്പിൽ. വന്ന ഫുൾ ടൈം തഗ്ഗാണ്. ക്ലൂ കൊടുക്കരുത്, ഞാൻ കൊടുക്കണ്ട. അതിന്റെ ഇടയിൽ പേര് വിളിച്ച് പറയാൻ പാടില്ല. ഓക്കെ, ഫുൾ ടൈം തഗ്ഗാണ്. വരിക, തഗ്ഗടിക്കുക, പിന്നെ വീട് പണി നടക്കുന്നുണ്ട്. വരിക, തഗ്ഗടിക്കുക, വീട് പണിക്ക് പണിക്കാർക്ക് കാശ് കൊടുക്കുക. വരിക, തഗ്ഗടിക്കുക, വീട് പണിക്ക് പണിക്കാർക്ക് കാശ് കൊടുക്കുക. ഇതാണ് പോലീസ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. എടാ പെണ്ണടാ, എന്നെ വിളിച്ചിട്ട് ഞാൻ പിന്നെ ആണുങ്ങളെ കാര്യം പറയും. പ്രതിഭ ഒരു പ്രതിഭയാണ്, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത് നോക്കിയൊക്കെ? ഇതിപ്പോ ഇനി എന്താ ക്ലൂ കൊടുക്കാം? എനിക്ക് എന്താ പേടിന്ന് അറിയാം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തഗ് വരും, അതാണ് ഞാൻ പേടിക്കുന്നത്. ചെറിയൊരു പേടിയുണ്ട് നിൽക്കുമ്പോ. ഫുൾ ടൈം വരിക, തగ్గടിക്കും. ഇന്നലെ ഒരു തగ్గടിച്ചു. ഇന്നത്തെ നീ ഇന്നലെ ഗ്രൂപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലേ? അതന്നെ, അതായത് ഇങ്ങനെ വരും ഗ്രൂപ്പിൽ ഇങ്ങനെ കത്തിച്ചിട്ട് ഒരു പോക്കങ്ങോട്ട് പോകും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വന്നു പിന്നെ ചോദിച്ചു അതൊക്കെ കറക്റ്റ്. ഇനി ഞാൻ ഒരു പ്രോബ്ലം തരാം. നമ്മുടെ പൈസ വസൂൽ ചെയ്യാൻ ഇതിന് പറ്റിയ വേറെ ഒരാളില്ല. കമ്മിറ്റി യുനാനിമസ് ആയിട്ട് ഇദ്ദേഹത്തിന് തെരഞ്ഞെടുത്തത്. പൈസ കിട്ടില്ലെങ്കിൽ തగ్గടിച്ച് കൊല്ലുന്നറിയാം. കിട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനുള്ള വീട്ടിലേക്കുള്ള മൊമെന്റ് റെഡിയാണ്. റെഡി. സുനിറ ഓൺ സ്റ്റേജ്. ഈ ഫോട്ടോ ഞാൻ സൈനിനോട് നല്ല ഫോട്ടോ കുറെ ചോദിച്ചിട്ടുണ്ട്. സൈൻ മനഃപൂർവ്വം ഈ ഫോട്ടോ അതിന്റെ തെരഞ്ഞെടുത്ത് എനിക്ക് അയച്ചതാണ്. അപ്പൊ എന്തെങ്കിലും സൈനായിട്ട് തീർത്തോ? ജൈനാണ് പറഞ്ഞത് ഈ പറഞ്ഞ കൂളിംഗ് ഗ്ലാസും ഈ മാലയും ഈ കഞ്ചാവിന്റെ വീഡിയോ ഒക്കെ വേണം. അപ്പോ ഈ ഫോട്ടോ നമ്മൾ വീട് പാർക്കലിൽ പോകുമ്പോ ചെക്ക് ചെയ്യും. കേറുമ്പോ അവിടെ ഫ്രണ്ടിൽ ഈ സാധനം വേണം. ഈ സാധനം ഇതൊന്നും ഇനി മൊമെന്റ് ആയിട്ട് വീട്ടിൽ വെക്കണം. അത് ഇങ്ങനെ സാധനം വേണം കേട്ടോ. നല്ലൊരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അജീഷ ഇതാരാണ്? എന്ത് സുനീറ? അപ്പോൾ ഗേൾസിന് ഒരാളെ സെലക്ട് ചെയ്യണം. അതെ, ഓരത്തും തൂങ്ങിയിരിക്കുന്നു സമീന. സെമീനയാണ് അടുത്തത്. കമൺ ടു സ്റ്റേജ്. വരാ വരാ. അതെ, സെമീന വിളിച്ചു. വേറെ സെമീന അറിയോ? ഇല്ല. ഓക്കെ, ഒരു ചെറിയ മ്യൂസിക് എന്തെങ്കിലും ചെറുതായിട്ട് ഇട്ടാൽ മതി കേട്ടോ. വരും വരും. ഓക്കെ, കുറച്ചും അറിയുന്നു. ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ? ആദ്യമായിട്ടല്ലേ വന്ന് പരിപാടി. വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആണ് സെമീനോട് എത്തിയിട്ടുള്ളത് അല്ലേ? അറിയില്ല. ഞാൻ സമീന, ബാംഗ്ലൂരാണ് സെറ്റ് ചെയ്തത്. നാട്ടില് നീലേശ്വരം. 2 കുട്ടികളുടെ ഭർത്താവുണ്ട്. ഓക്കെ, അപ്പൊ സെമീനക്കാണ് അടുത്ത ടാസ്ക്. ഓക്കെ, സെമീന ഇൻട്രൊഡക്ഷൻ ഡേ വന്ന് പിന്നെ വല്ലപ്പോഴും നമ്മൾ പറയില്ലേ ഇടക്കൊരു മഞ്ഞിങ്ങനെ വന്നിങ്ങനെ പോണ പോലെ ജസ്റ്റ് ഇങ്ങനെ വരും, പിന്നെ കാണൂല. ഇവിടെ ഉണ്ടാന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുള്ള ആൻസർ കിട്ടൂല. അതാണ് ഗ്രൂപ്പിലെ മുമ്പത്തെ അവസ്ഥ. ഭയങ്കര ഡാറ്റ അനാലിറ്റിക്സും ഭയങ്കര അനാലിറ്റിക്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. JP മോർഗനിലൊക്കെ വർക്ക് ചെയ്യുന്നത് വലിയ ടീമാണ്. ഓക്കെ, JP വൈസ് പ്രസിഡന്റ് അല്ലേ? വലിയ ആളാണ്. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളെ ഞാൻ നടത്തുന്നുള്ളൂ. എനിക്ക് വേറെ ഇതൊന്നും ഇല്ല. നിങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ പരിഗണിക്കണം. ഓക്കെ, അപ്പൊ ഇനി തെരഞ്ഞെടുക്കാൻ പോകുന്ന ആള്. ഓക്കെ,
ഇയാൾക്കുള്ള ക്ലൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലൂ ആണ്. ഇയാളൊരു സൈക്ലിസ്റ്റ് ആണ്. ഓക്കെ, അത് കറക്റ്റ് മ്യൂസിക് ആണ്. ഓക്കെ, അധികം സൗണ്ട് ആക്കണം. വേണ്ട 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 വേണ്ട, ആളെ കിട്ടിയ ഇല്ല അത് പറ്റില്ല, അങ്ങനെ വേണ്ട. കറക്റ്റ് പേര് വേണം. തെറ്റി, പേര് തെറ്റി. ആളതാ ഏത്? അങ്ങനെ അത്ര ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഷർട്ടിന്റെ നിറം പറയും. ഈ കാണാനൊക്കെ ബ്ലാക്ക്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അവനൊരിക്കലും അവന് കവിത ചൊല്ലിക്കഴിഞ്ഞിട്ട് സമയം കിട്ടാറില്ല. നിഹാസിന്റെ ബാക്കില് അശ്രോ അല്ല, ആ ഇങ്ങനെ ഇരിക്കണം. നിഹാസിന്റെ ബാക്കില് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ഇതാ. ഓക്കെ, ഇയാളുടെ വേറൊരു പ്രത്യേകത കൂടി പറയുന്നുണ്ട്. ഇയാള് സൈക്ലിസ്റ്റ് ആണ്. പിന്നെ അല്ല, അത് ഇനി ഒരു പ്രത്യേകത കൂടി ഉണ്ടാ, അറിയോ? എന്നാ ഞാൻ പറഞ്ഞത്, ആള് ഒരു ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഓക്കെ, പിന്നെ നമ്മള് നിമിഷ ഞാൻ കണക്ട് കൊണ്ടുപോയി എനിക്ക് ക്യൂ വേണം ഞാൻ ചോദിക്കാനുള്ളൂ. ഓക്കെ, നിമിഷകവി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവൻ നിമിഷങ്ങൾ കൊണ്ടൊരു ട്രോൾ ഉണ്ടാക്കി. ഇന്നലെ സുനീറ എന്തോ സാധനം ഗ്രൂപ്പിലിട്ട്, അത് ഞാൻ നോക്കിയായിരുന്നു. അത് ഇട്ട് ഞാൻ ജസ്റ്റ് നോക്കി, വണ്ടി ഒന്ന് പാർക്ക് ചെയ്തപ്പോൾ ട്രോൾ വന്നു. ഞാൻ നോക്കി, കണക്ക് 3 മിനിറ്റ് 33 സെക്കൻഡിലാണ്. ഞാൻ അവരെ മെസ്സേജ് ചെയ്തപ്പോൾ ട്രാഫിക് സിഗ്നൽ മാറ്റുന്ന സമയം 1 മിനിറ്റ് എന്താ ചെയ്യേണ്ടത് അവൻ അറിയില്ല. അപ്പൊ ഉണ്ടാക്കിയ ട്രോളാണ്. അപ്പൊ അത്രക്ക് ക്രിയേറ്റിവിറ്റി ഉള്ള മനുഷ്യനാണ്. അപ്പൊ എൻതൂസിയാസ്റ്റ് ആണ്, സൈക്ലിസ്റ്റ് ആണ്, നിമിഷ ട്രോളറാണ്. ശരിക്കും അവൻ ഇതൊക്കെ തന്നെയാണ് ചെയ്യണത്. ഇവനെ വേറൊരു പ്രത്യേകം പറയാം, ഇവൻ എത്ര കമ്പനി മാറിയെന്ന് ഇവൻക്കും അറിയില്ല, ഇവനെ പണിയെടുപ്പിച്ച ആൾക്കാർക്കും അറിയില്ല ഏത് കമ്പനിയാണ് വർക്കുന്നത്. ഇവൻ കാണാത്ത എമിറേറ്റ് ഇല്ല UAE. പിന്നെ ഒന്നുകൂടി കേറുന്നുണ്ട്. ഒമാനിൽ ഇവന് എൻട്രി ഇല്ല. ആദ്യം ഒമാനിലാണ് സ്റ്റാർട്ട്. അല്ല, ഒമാനികൾക്ക് അങ്ങനെ അവിടുന്ന് കേറ്റിപ്പോ ദുബായിൽ വന്ന് പിന്നെ അജ്മാൻ, അങ്ങനെ എല്ലാ 7 എമിറേറ്റ് കവർ ചെയ്തു. ഇപ്പൊ അലയിൽ നിൽക്കണേ. പിന്നെ അലയിന്റെ അപ്പുറത്ത് സൗദി ബോർഡറാണ്. ഇനി ആ വെള്ളത്തിൽ ചാടിച്ച് ആകാൻ വേറെ അവസ്ഥയില്ല. അതാണ് അതിന്റെ അവസ്ഥ. ഓക്കെ, സ്വിമ്മിങ് അറിയാൻ സാധ്യതയില്ല. ഇവന് നീന്തൽ എല്ലാം പരിഗണന. ഓക്കെ, അപ്പൊ ഇനി നോട്ട് ഫർദർ ഡു ചൂണ്ടിക്കാണിച്ചാൽ പേര് കറക്റ്റല്ലേ പിള്ളൂട്ടാ? അല്ല, ഫൈസൽ ഓൺ സ്റ്റേജ്. ഓക്കെ, ഇതിന് നല്ലൊരു ഫോട്ടോ നമുക്ക് ഫൈസൽ ഉണ്ടാക്കാൻ. ആ പോസിലൊരു ഫോട്ടോ ആയിക്കോട്ടെ. ഓക്കെ, ഈ സെമിനി അവാർഡ് കൊടുക്കണം. ഓക്കെ, അപ്പൊ പേരെന്താണ്? അപ്പൊ മറക്കൂല. ഫൈസലേ, ഇനി എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് ഇത് ഏൽപ്പിക്കല്ലാതെ എനിക്കിതിനകത്ത് യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് ഗ്രൂപ്പിൽ എന്നാ വെറുതെ വിടണം. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാം, ഹാരിസിന് ഇതിന് യാതൊരു ബന്ധമില്ല. മനസ്സിലായില്ലേ? ഈ ഫോട്ടോ സെലക്ട് ചെയ്യാനോ അതിന്റെ എല്ലാ പണിയിലും ഹാരിസ് ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഞാൻ കുറെ നിർബന്ധിച്ചില്ല. മനസ്സിലായില്ലേ? പിന്നെ അത്ര പറയാനുള്ളൂ. അപ്പൊ ലാസ്റ്റ് ഗേൾസിന് ലാസ്റ്റ് പോലെ ലെഫ്റ്റിലിരിക്കുന്ന എനിക്ക് വേറെ പറഞ്ഞു ഞാൻ പഠിക്കാലോ. ആണല്ലോ, പഠിക്കാലോ. മുംതാസ് വരൂ. ആദ്യമായിട്ടല്ല അവരോട് വരുന്നത്. കണ്ട ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, നോക്കി കിട്ടാ. ഓക്കെ, അപ്പൊ ടാസ്ക് അറിയാലോ. ഓക്കെ,
ക്ലൂ ഭയങ്കര സിമ്പിൾ ക്ലൂ ആണ്. പക്ഷെ അത് പറയണോ വേണ്ടത് ഞാൻ ആലോചിക്കുന്നു. അത്ര പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇദ്ദേഹം ഒരു കഥാകൃത്താണ്. പല പാട്ടുകളും സിനിമകൾ രചിക്കാൻ സാധ്യതയുള്ള ആളാണ്. കിട്ടിയ കേട്ടിട്ടുണ്ട്. അല്ല, അവനാ റേഞ്ച് ആയിട്ടില്ല, ജീവിക്കാൻ പറ്റില്ല. ഇല്ല, സത്യം പറഞ്ഞാൽ അവന്റെ കെട്ടുകൊടുക്കുന്ന അവാർഡ് കൊടുക്കണം. ഞങ്ങളത് അയക്കണം ശേഷം. ഓക്കെ, അപ്പൊ അതല്ല, അപ്പൊ അവനല്ല, അവന്റെ പേര് ഷഹീദ്, അവനല്ല. ഓക്കെ, പിന്നെ ഇദ്ദേഹം കുവൈറ്റിലാണ്. അതെ, പെട്ടെന്ന് കുവൈറ്റ് രാജാവിന്റെ സ്വന്തം ആളായ നമ്മുടെ ഫിറോസ് ടിയോ ആസാദ്, നമ്മുടെ എല്ലാവരുടെയും ആസാദ്. പിന്നെ ഞാൻ പറയട്ടെ, ഓക്കെ. പിന്നെ അൻസാറിന്റെ ജനനത്തിൽ ഇത്രയും പെങ്ങന്മാരുള്ള ഒരാള ഇനി ജനിക്കാനില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ മഹനീയമായ ഫോട്ടോ അപ്പൊ മുന്താസ് നമ്മുടെ എല്ലാമായ ആസാന് അവാർഡ് കൊടുക്കുന്നതാണ്. മുന്താസ് ഇത് പെങ്ങന്മാരുടെ ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യണം. ഞങ്ങളുടെ സ്വന്തം സ്റ്റാറാണ്. നിങ്ങൾക്ക് പെങ്ങന്മാർക്ക് 24/7 വിളിക്കാം. പക്ഷേ ഇദ്ദേഹം ഒരു കലാകാരനാണ്. ഇദ്ദേഹത്തിന്റെ ഒരു സ്വന്തം രചനയുള്ള സ്ക്രിപ്റ്റ് വരുന്നുണ്ട്. പഠിച്ചോന് കരയാ എന്തായാലും അത് വരുന്നുണ്ട്. ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എങ്ങനെയാലും പക്ഷെ സംഭവം ഞങ്ങൾ പൊളിക്കും അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു മുണ്ടാസ്. ഗ്രൂപ്പിൽ ആയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഗെയിം അറിയാലോ ഉണ്ടാ. എന്നാ ഈ ഒരു ചരിത്രം പറഞ്ഞു, സമയമുണ്ട് നമുക്ക്. നമ്മളിങ്ങനെയൊക്കെ ചരിത്രം പറയാൻ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാമല്ലോ സിനിമയെ കുറിച്ച്. നസീബ് ഹോസ്റ്റലിൽ വളരെ ചെറുപ്പത്തിലുള്ള ആളാണ്. നമ്മളെ ബാച്ചിലെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾ അവൻ പുസ്തകം തുറന്ന് വായിക്കണതോ പഠിക്കണതോ കണ്ടിട്ടില്ല. മാർക്കില് ഓനാണ് ഫസ്റ്റ്. ബോക്സിൽ റേഡിയോ അല്ല, 8ാം ക്ലാസ്സില് രാത്രി 9 മണിക്ക് ബേക്കാബു പണം കാണാൻ ചാടിപ്പോയിട്ട് പിടിച്ച് 12 മണിക്ക് എങ്ങനെ മതിലുമ കൂടെ കേറി സെക്കൻഡ് ഫ്ലോർക്ക് 2 ഡിക്കിന്റെ ഇടയിൽ കൂടെ കേറി മേലേക്ക് കയറി വന്നു വാടം പിടിച്ച്. അങ്ങനെ ഒരു ചരിത്രം ഈ മഹാനുണ്ട്. ഈ കാണുന്ന പോലല്ല, ആള് കുറച്ച് തരികടയാണ്. പക്ഷെ എങ്ങനെ സാധിക്കണം എനിക്ക് ഈ മാർക്കുകൾ മേടിക്കാൻ? അത് പറഞ്ഞു. അത് സീക്രട്ട് ആണ്. അയ്യിപ്പോ എന്താ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. ഞാനിപ്പോ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. 2006 ജോയിൻ ചെയ്തായിരുന്നു. TCSലാണ് വർക്ക് ചെയ്യുന്നത്. 19 ഇയേഴ്സായി TCS വർക്ക് ചെയ്യുന്നു. വൈഫും 2 പിള്ളേരും. മൂത്ത ആളിപ്പോൾ 7th ചെറിയ ആള് 4th. നാട്ടിൽ തന്നെയാണ്. 19 കൊല്ലമായിട്ട് ഒരു കമ്പനിയിലാണ്. അതിനെന്തേലും അവര് എഴുതി തരുമോ? അടുത്ത കമ്പനി കമ്പനി എനിക്ക് എഴുതി തരാനല്ല, എന്റെ എഴുതി വിടാൻ എല്ലാതും നടന്നുകൊണ്ടിരിക്കുന്നത്. അതോ ഈ എഴുതി മേടിച്ച് ഇനിയൊന്നും ഇല്ല, ഇനി ബാക്കിയില്ലേ? ഓക്കെ, അപ്പൊ നസീബിനോടാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഗെയിം അറിയാലോ നസീബ്? എന്താ ഗെയിം? ആളെ ഐഡന്റിഫൈ ചെയ്യാം. ആളെ ഐഡന്റിഫൈ ചെയ്യാം. ആരെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ബോയ്സിനെ അതാണ് കാര്യമില്ലല്ലേ, ഈ ഗേൾസിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലൂ കൊടുക്കാൻ പോകട്ടെ നസീബിന്. ഇതെന്തേ വഴിയിൽ നിങ്ങളെ കവാലിത്തരൊക്കെ കഴിഞ്ഞല്ലേ? അവിടെ ഇരിക്കേ. വാട്ട് ഇസ് ദിസ്? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആൾക്കൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, മൂപ്പര് ആർട്ടിസ്റ്റിക് ആണ്. ഓക്കെ, കുറച്ച് ആർട്ട് പരിപാടികളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പൊ നമ്മുടെ പരിപാടിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പുള്ളിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സ്വന്തമായിട്ട് സ്റ്റിക്കർ ഉണ്ട്, മിന്നണ സ്റ്റിക്കറാണ്.
കിട്ടിയാ? സബിതയാണോ? അതെ. ആരാണ്? പറഞ്ഞോ. സബിത. അത് ഭയങ്കര സംഭവം. സ്റ്റിക്കർ എന്ന് പറയാനുള്ള സാധനം അപ്പൊ തന്നെ കത്തി. സബിത മിന്നും താരം സബിതയെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുകയാണ്. അപ്പൊ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സ്ക്രീൻ പോട്ടെ. ഇനി വേറെ പ്രത്യേകത കൂടി ഉണ്ട്. CID മൂസ അത് കൂടി പറഞ്ഞോട്ടെ. അതായത് ഗ്രൂപ്പിൽ ആർക്കും എന്ത് സംശയമുണ്ടോ, സമ്മറി വേണോ, എന്താണ് അതിനകത്തുള്ള കുത്തിത്തീർപ്പ് എല്ലാം അറിഞ്ഞെങ്കിൽ സബിതനോട് ചോദിക്കും. ഞാൻ 800 സബിത, അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ CID മൂസ എന്നാണ് ഞങ്ങളുടെ ഇടയിൽ വിളിക്കുന്ന പേര്. ഓക്കെ, CID മൂസ. CID മൂസ അവിടെ ഓക്കെ. അപ്പൊ താങ്ക് യു നസീബ്, താങ്ക് യു സബിത. ഓക്കെ. അയ്യോ ഇതിന് പാൻറ് ഇടാൻ മറന്നുപോയി. എന്താണ് സബിത ശ്രദ്ധിച്ചൂടെ? സ്റ്റിക്കർ ഉണ്ടാക്കാൻ സമയമുണ്ട്, പാൻറ് ഇടാൻ സമയമില്ല. പരിചയപ്പെടുത്തിക്കോട്ടെ. അമൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു. ചങ്ങരകുളത്തുനിന്ന് വരുന്നു. പിന്നെന്താ, അവർ കണ്ടോളൻസസ്. താങ്ക് യു. അപ്പൊ നമ്മള് ഗെയിം ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. അപ്പൊ ഒരു ബോയ്സിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കണം. അപ്പൊ ഇദ്ദേഹം ജനിച്ചതേ കാരണവരായിട്ടാണ്. അതാണ് ഫസ്റ്റ് ക്ലൂ. കിട്ടിയില്ലേ? മൂപ്പര് ജനിച്ചതേ കാരണവരാ. ഇവൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ നരയുണ്ട്. രക്ഷയില്ല, പെട്ടെന്ന് കിട്ടും. ഇത് നമ്മളെ എല്ലാ തുറയിലെ ആശാൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച നമ്മുടെ സ്വന്തം ഷമോ സ്റ്റേജ്. തുറയിലെ ആശാനെ കാണാൻ വല്യേട്ടന്റെ സാധനമാണ്. പക്ഷേ എന്റെ മക്കളെ ഒരു മിനിറ്റ് നോക്ക്. ഈ ഡയലോഗ് ഞങ്ങള് കമ്മിറ്റിക്കാര് ഇതിന്റെ ബഡ്ജറ്റിനെ കുറിച്ചും ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകണം ചോദിക്കുമ്പോ ഷെമു സ്ഥിരം അടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. കമ്മിറ്റിയില് ഗ്രൂപ്പിലുള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ മ്യൂസിക്. ഒന്ന് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല. എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റേതല്ല, ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല. എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. അല്ലേ? സംഭവം ശരിയല്ലേ? എപ്പിട്ടാല് ഇതന്നെ അവസ്ഥ. കണക്ക് വെച്ചാൽ അപ്പ പറയൂ തന്നെ. അപ്പൊ അമലെ നമ്മുടെ എല്ലാമായ ഷെമുവിന് നമ്മുടെ കാർന്നൂര് സ്വയം പ്രഖ്യാപിച്ച കാർന്നവർക്ക് അവാർഡ് കൊടുക്കണം. തിരിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുക്ക്. നമ്മുടെ എല്ലാരും വലിയേട്ടൻ അവാർഡ് കൊടുക്ക് അമലെ. ഓക്കെ. ഇനി ഷെമുവിന് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കണോ വേണ്ടയോ എന്ന് പറയണം. എനിക്കറിയാം, ആണോട് ചോദിച്ചാൽ അവനല്ലെങ്കിൽ മേടിക്കും മൈക്ക് എന്റെ കയ്യിൽ നിന്ന്. ടെക്നിക്കൽ മൂവ് ആയിരുന്നു. ഓക്കെ. അപ്പൊ സന്തോഷായില്ലേ? തീർന്നിട്ടില്ല. നമ്മുടെ എല്ലാമായ കാർന്നവർക്ക് ഒരു കാലൻ കൊട, ഈ കാലൻ കൊട നമ്മൾ കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ സെയിനെ ഞാൻ ക്ഷണിക്കുന്നു. ബഡ്ജറ്റില്ല. ഇത് ഞങ്ങൾ സ്വന്തം കിണ്ടി വിറ്റാലും ഇത് പൈസ കൊടുക്കും. കാലൻ കൊട അതന്നെ, ചെങ്കോൽ അതന്നെ കൊടുക്ക്. അന്നെ ഉദ്ഘാടനം ചെയ്യടാ. ഇതും പിടിച്ചോ. ഞാൻ നിർത്തിക്കോ. ഇതത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് തോന്നുന്നു. അമലെ വിളിച്ചു. ഓക്കെ. ഇല്ല, അവന്റെ കെട്ടുകൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കരുതിട്ടാ. ആരാണത് ചെയ്യണമെന്ന് വെച്ചാൽ ഓക്കെ. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അത് വെച്ചോ, വണ്ടിയിൽ വെക്കാം. ഓക്കെ. ഇപ്പൊ ഇതുവരെ നമ്മൾ ക്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് സിമു എല്ലാവർക്കും ഒരു അവാർഡ് കൊടുത്തിരുന്നു. നമുക്ക് സിമുവിന് ഒരു അവാർഡ് കൊടുത്താലോ? ഓക്കെ. നമ്മള്
ഇതുവരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും അവാർഡ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സിമുവിന് കൊടുക്കാൻ പറ്റിയ അവാർഡ് എന്താണ്? തേങ്ങ സിമുവും തമ്മിൽ എന്താണ് ബന്ധം? ഷെറീന ഇവിടെ ഇല്ല അല്ലേ? ഷെറീന പക്ഷെ ഇവിടെ ഇല്ല. ഓക്കെ, നമുക്ക് ഷെറീന സിമുവിന്റെ തലയിൽ തേങ്ങ വീട്. അപ്പോ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവാർഡ് സെറീന തന്നെ കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അപ്പൊ അവാർഡ് കൊടുക്കാനായിട്ട് സെറീനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. സിമു കം ടു സ്റ്റേജ്. ഇത് അത് പറയാം. ഓക്കെ, കൊടുത്തോളൂ. ഓക്കെ, താങ്ക് യു സെറീന. ഓക്കെ സിമു, തേങ്ങ വീണതിനെ പറ്റിയിട്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും, കാരണം പല എക്സ്പീരിയൻസുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ തേങ്ങ തലയിൽ വീണിട്ടുള്ള എക്സ്പീരിയൻസ് ഇവിടെ ഒന്ന് വിവരിക്കാമോ? സംഭവം ഫ്രഷാണ്, അതുകൊണ്ട് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഇത് തേങ്ങ വെയിറ്റ് പോരട്ടെ ഷെറീന, അവരുടെ തേങ്ങയിലും വെയിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ തേങ്ങ വീണ കഥ പറയണം അല്ലേ? അത് ഇപ്പൊ എന്താ പറയാ ഷെറീന, അതും കൂടി പറയണം. ഷെറീന പ്രാക്ടീസിന് വേണ്ടി ഇന്ന് കാണുന്ന ഒരുവിധപ്പെട്ട പരിപാടികൾ കണക്ട് ചെയ്തത് ഷെറീനയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. കാരണം പലവരും പല സ്ഥലങ്ങളിലാണ്. നമ്മളിവിടെ നാട്ടിൽ വന്ന് ഒരു പ്രാക്ടീസ് മറ്റേ ഡാൻസ് പരിപാടിയൊക്കെ വെച്ചതാണ്. അന്ന് നമ്മളവിടെ കൂടിയില്ലെങ്കിൽ പല പരിപാടിയും കളറാവില്ലായിരുന്നു. അതുകൂടി പറയണം. ഓക്കെ, അപ്പൊ ഷെറീനക്ക് ഒരു വലിയ കൈയടിയിൽ തന്നെ തുടങ്ങാം ആദ്യം തന്നെ. അപ്പൊ താങ്ക് യു ഫോർ ദ വെന്യൂ. അതെ, ഞാനൊന്നും പറയണ്ട, നീ എക്സൈറ്റഡ് അവിടെ, നീ അവിടെ ഇരിക്കും. ഒക്കെ ശരിയാക്കി തരാം. നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞാൻ തരും. ഞാൻ അവിടെ ഇരിക്കും. ഓക്കെ, അപ്പൊ തേങ്ങയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫയസ് എവിടെ? ഫയസ് വളരെ നന്നായിട്ട് വണ്ടി ഓടിക്കും. അപ്പൊ അതിന് തൊട്ടിപ്പുറത്ത് നമ്മുടെ ഷബ്നാസിന്റെ പിന്നെ താഴെ അവരുടെ വണ്ടി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതൊന്നും ഒടുക്കത്തെ സ്ക്രാച്ചാണ്. ഇനിയിപ്പോ അതിന്റെ വേണമെങ്കിൽ ഒരു സ്ക്രാച്ച് ഇട്ട് കംപ്ലീറ്റ് പൈസ ആവില്ല നമ്മൾ മേടിക്കും. അതുകൊണ്ട് അത് ഞാൻ വഴി കറക്റ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതുണ്ട്. അതുവരെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി ഇതിന് വഴി ഞാൻ കറക്റ്റിട്ട് അങ്ങനെ ഇങ്ങനെ എടുക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ എന്തോ ഇടിച്ച പോലെ തോന്നി. നമ്മുടെ വണ്ടി ഇടിച്ചില്ലല്ലോ, പിന്നെ പെട്ടെന്ന് എന്തോ ഇടിച്ച പോലെ. അപ്പൊ ഒരു അലർച്ച കിട്ടും. നെസ്രിയായിരുന്നു അലർച്ച കിട്ടുന്നത്. അതന്നെ ഷബ്നാസ് ഉണ്ടെങ്കിൽ അഭിനയിച്ച് കാണിക്കും. ഞാൻ കണ്ടില്ല, കാരണം എന്റെ തല വരച്ചിരിക്കും. ഞാനിത് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞാൻ ഇത് വണ്ടി ഇടിച്ചില്ല, പിന്നെ എന്ത് ഇടിച്ചൊരു ഇമ്പാക്ട് എന്നുള്ള ലെവലിൽ ഞാൻ ഇങ്ങനെ നിൽക്കണേ. ഞാൻ തലക്ക് നിൽക്കണേ. പിന്നെ അതിൻ്റെ അടക്കം എന്താണ് സഭി വന്ന് എല്ലാവരും വന്ന്. പ്രശ്നം അതല്ല, ഇവർക്ക് ഇതിപ്പോ സോൾവ് ചെയ്യണം പെട്ടെന്ന്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ഒരാൾ ചൂടോളം കൊണ്ട് വരുന്നു, പിന്നെ തണുത്തോളം കൊണ്ട് വരുന്നു, പിന്നെ ചൂടോളം തണുത്തോളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം പരിഷ്കരണം ഇന്നത്തെ ആകെ തലയിലുള്ളൂ. പിന്നെ അപ്പൊ അവസാനം ഞാൻ നോക്കിയപ്പോ എന്തൊക്കെയോ കാണിച്ചിട്ട് പറഞ്ഞു ഇല്ല അപ്പൊ കുഴപ്പമില്ല. പിന്നെ ഷെറീനൊക്കെ ആയിരുന്നു ടെൻഷൻ. പാവം ഷെറീനയുടെ വീട്ടിലാണ്. അതിനു മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി. അത് കണ്ട നിങ്ങളാരെങ്കിലും അവിടെ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് സ്ക്രീനിലെത്താൻ വളരെ നമുക്ക്. അത് നമ്മുടെ അവിടെ മറ്റേ ഈസി ചെയർ പറഞ്ഞിരിക്കണ്ടേ. ഷബ്നാസ് വന്ന് അവിടെ മറ്റേ നഴ്സറി എങ്ങനെയാണ് എന്റെ തല തേങ്ങ വേണപ്പോ ഒന്ന് കരഞ്ഞൊന്ന് കാണിച്ചു കൊടുത്തരാം. ഷബ്നാസ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് അഭിനയിക്കാൻ പറ്റും. വേട്ടെ ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. എന്റെ തല മരച്ചിരിക്കുന്നു. ഓക്കെ, ഒരിക്കലും സംഭവിക്കുമ്പോ ഞങ്ങളെല്ലാരും നല്ല ശനിയാറ് വീട്ടിലത്തെ ബിരിയാണി അടിച്ച് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കണ്ടിരിക്കണേ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ഞാൻ ബിരിയാണി തിന്നണത്. ഇത് അവിടെ എന്താണ് ഫ്രണ്ടിൽ നടക്കണേ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ നസ്രി വരും കേട്ടോ. ഞങ്ങൾ അത് ടേബിളാണ് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത്. എന്നെ കൊന്ന്. അപ്പൊ അവൻ ചെയ്യുന്നു എന്റെ മൊത്തം നോക്കിട്ട് നമ്മളെ സിമു ഭക്ഷണം കഴിക്കാൻ നിർത്ത് ഭക്ഷണം. അപ്പൊ ഒരാൾ അപ്പുറത്ത് ടെൻഷനായിട്ട് ഭക്ഷണം ഒരു കോരി കൂടി ഇട്ടിട്ട് പിന്നെ കഴിച്ച്. അപ്പൊ ഞങ്ങൾ എന്ത് സിമി പറയും എന്താ നസ്രി എന്താ പറ്റി എന്താ? ഇത് കഴിഞ്ഞതൊക്കെ കൂടി തിന്ന് എന്റെ തലയിൽ അതന്നെ വെയിറ്റ് പോരത്. ഇതല്ല വീണത്. നിങ്ങളുടെ സാധനം സ്ട്രോങ്സ് ആണ്. അതേണ്ട എന്ത് തേങ്ങ
ഈ സാധനം വീണിട്ട് അവസാനം ഇതൊക്കെ ആക്കി ഞാനപ്പോ ഇത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇനി അടുത്തൊരു അതിന് കണക്ട് ആയിട്ട് ഒരു സാധനം ഉണ്ട്, അതുകൂടി പറയാം. ഞാനിത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. തേങ്ങ തലയിൽ വീണെന്നൊക്കെ വീട്ടിൽ വിളിച്ചു പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വരേണ്ട പല ഉദ്ദേശങ്ങൾ വീണെന്നെ കിട്ടുള്ളൂ പറയാം. ഓക്കെ, അപ്പൊ അത് ഏകദേശം ഒന്ന് റെഡി ആക്കി നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയിക്കൊണ്ടിരിക്കും. അല്ല, പല ഉദ്ദേശം അവർക്ക് തോന്നണം. ഇങ്ങനെ പെണ്ണുങ്ങൾ പല തോന്നുന്നുണ്ടാവില്ല, അവർക്കറിയാം. ഞാൻ അതിനെ കുറിച്ച് നമ്മള് അവർ സ്ട്രെങ്ത്തിൽ അധികം ഉണ്ട് ശ്രമം. ഓക്കെ ഓക്കെ, നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കണം. 40 വയസ്സ് കഴിഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നോക്കി. അപ്പോൾ ഞാൻ അപ്പം തന്നെ നമ്മൾ ChatGPT ആളാണ്. അപ്പോൾ സാധനം നോക്കിയപ്പോൾ ഡിസിനെസ് അല്ലെങ്കിൽ സ്പ്രിന്റ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി. അപ്പോൾ ഞാൻ എല്ലാവരും പേരെ ഓർത്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാഴ്ചക്ക് പ്രശ്നമൊന്നുമില്ല, ഛർദ്ദിക്കാൻ വരുന്നില്ല, ഓക്കെയാണ്. അപ്പോൾ ഞാൻ പിന്നെ അറിയുന്ന ഡോക്ടറെ വിളിച്ച്. ജെയിൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചില്ല. ജെയിനിപ്പോ ഡോക്ടർ പണി ഇല്ലാത്ത എല്ലാ പണിയും എടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ ആ പണി കൂടി താങ്ങാനുള്ള ഒരു ശേഷി അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജെയിനോട് ചോദിച്ചില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ റിലാക്സ് ചെയ്തിരുന്നു. ഈ സാധനം വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ രാത്രി പോവുകയാണ്. ഞാൻ ഫോൺ നോക്കിയിട്ടില്ല. ഒരു 10-15 മിസ് കോൾ ഉണ്ട് എനിക്ക്. കെട്ടിയോൾ വിളിക്കുന്നു, ജ്യേഷ്ഠൻ വിളിക്കുന്നു, അനിയൻ വിളിക്കുന്നു, അമ്മായിപ്പം വിളിക്കുന്നു. അങ്ങനെ ഫുൾ കോളാണ്. ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ പൂരെ തെറിയ എനിക്ക് കേൾക്കുന്നു. അവൻ്റെ തലയിൽ എങ്ങനെ തേങ്ങ വീണ്. ഞാൻ പഠിച്ചോനെ ഇത് എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ ഞാൻ പറയണ എങ്ങനെ അറിയുന്നു? ആരായിരിക്കും ആ വാർത്ത പറയാതെ പറഞ്ഞിട്ടുണ്ട്? ഷബ്നാസ്. അതെ, നമ്മളെല്ലാം സ്വന്തം ഷബ്നാസ്. നമ്മളവിടെ ഒരു ഫോട്ടോ എടുത്ത് റീലിട്ടപ്പോൾ അതിനകത്ത് തേങ്ങ തലയിൽ വീണത് ആരോ പറഞ്ഞു. അത് എൻ്റെ കെട്ടുള്ള അത് വലിച്ചെടുത്തു. അത് പിന്നെ അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ആയി സിമ്മുൻ്റെ തലയിൽ തേങ്ങ വീണു. എന്നെ അന്വേഷിച്ച് ഞാൻ ചെല്ലുമ്പോൾ ആൾക്കാർ കംപ്ലീറ്റ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതാണ് അവസ്ഥ. ഇവനെ കൊണ്ട് ഭയങ്കര ശല്യം എടുക്കും. ഇവന് ഈ കാണുന്ന എല്ലാ സാധനവും എടുത്ത് ഇടുകയും ചെയ്യും. ഇപ്പം എന്താ വെച്ചാൽ നോണ പറയണമെങ്കിൽ തന്നെ ആദ്യം ഇൻസ്റ്റാഗ്രാം നോക്കണം, എന്നാലേ നമുക്കൊരു നോണെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ. അപ്പോൾ അതാണ് തേങ്ങയുടെ കഥ. അപ്പോൾ ഈ തേങ്ങ ഇപ്പം നല്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ, ഇതെങ്കിലും ഒരു ഗുണം അതുകൊണ്ട് ഉണ്ടാവട്ടെ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ കാട്ടി എന്തെങ്കിലും കറി വെച്ചില്ല അല്ലേ, അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ദ തേങ്ങ. ഓക്കെ.